ഇനി അടുത്ത പോകാൻ പോണത് ഒരു വെള്ളച്ചാട്ടം, കുഞ്ഞ് വെള്ളച്ചാട്ടമാണ്, പക്ഷേ നല്ല പവർഫുള്ളാണ്. അതേപോലെ പറയണം. എന്താണെന്നറിയാമോ, നമ്മളെ ഇവിടുത്തെ വെള്ളച്ചാട്ടം പോലെയല്ല, ചെറിയ വെള്ളച്ചാട്ടമുള്ളൂ, മലയുടെ അവിടെ നിന്ന് തന്നെയാണ്. പക്ഷേ ഭയങ്കര ഐസ് എന്ന് പറഞ്ഞാൽ ഐസ് കട്ട പോലെ ഇരിക്കണ ഇതാണ്. നിങ്ങൾ കണ്ട് നോക്കൂ കേട്ടോ. നല്ല അടിയൊഴുക്കുണ്ട്, നല്ല ഒഴുക്കിൽ നല്ല പെട്ടെന്ന് അങ്ങോട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് താഴ്ത്താട്ട് തീട്ടിപ്പോവും. അത്ര ഇതാണ് അതിൻ്റെ വെള്ളത്തിൽ. കുറച്ചേ ഉള്ളെങ്കിലും നന്നായിട്ട് ഇതാവുന്നുണ്ട്. ഫോറസ്റ്റ് ഓഫീസറാണോ പോലീസുകാരാണോ എന്താണെന്ന് അറിയില്ല, അങ്ങനത്തെ ഇതാണ്. ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ നിൽക്കുന്നത്. നല്ല ഭംഗിയാണ്. പിന്നെ അങ്ങോട്ട് നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല, ഭയങ്കര താഴ്ചയൊക്കെയാണ്. മറ്റേ ബസ്സിന് പോയാലും നമ്മ കാണുന്നത് ഭയങ്കര ഇതിന്നല്ലേ, ഇത് അടുത്ത് കാണാമെങ്കിലും പക്ഷെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് ചെല്ലണം. പിന്നെ ഓരോരുത്തരുടെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അവർ അത് മറ്റേ കമ്പിയൊക്കെ വെച്ച് സെറ്റപ്പാക്കി വെച്ചേക്കണേ, നമുക്ക് അങ്ങോട്ടൊന്നും ഇറങ്ങാനൊന്നും പറ്റില്ല. ഞങ്ങൾ മൂന്നാർ തണുപ്പെന്ന് പറഞ്ഞാൽ പ്രതീക്ഷിച്ച് പോയത്, പക്ഷേ ജനുവരിയിൽ വലിയ തണുപ്പൊന്നും, ജനുവരി ആ ഒരു പകുതി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പോയത്. വലിയ തണുപ്പൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. അവിടെ ചൂടുമില്ല തണുപ്പുമില്ല, അങ്ങനത്തെ ഒട്ടും ഇതില്ല. പക്ഷേ വേളാങ്കണ്ണി ചെന്നിട്ട് മുട്ടൻ തണുപ്പായിരുന്നു. അവിടെ നിന്ന് മഴയും തണുപ്പും നല്ല. ഇതുവരെ ഞാൻ വേളാങ്കണ്ണി പോയിട്ട് ഇതുവരെ ഇതേപോലെ തണുപ്പ് വന്നിട്ടില്ല. ഞങ്ങൾ വേളാങ്കണ്ണി പോയിട്ടാണ് മൂന്നാർ വന്നത്. മൂന്നാർ ഒട്ടും തണുപ്പില്ലാഞ്ഞ്. പിന്നെ അവിടെ വെയിലെന്ന് പറയാൻ ചില സ്ഥലത്ത് വെയിൽ, ചില സ്ഥലത്ത് വെയിലില്ല. അങ്ങനത്തെ ഒരു ഇതുപോലെ ഇരിക്കണം, മേഘങ്ങൾ വന്ന് മറഞ്ഞിരിക്കണോണ്ട് എല്ലായിടത്തും വെയിലില്ല. ചില സ്ഥലത്ത് ഭയങ്കര ഡാർക്ക്, ചില സ്ഥലത്ത് ലൈറ്റ്, ഈ സൂര്യൻ അടിക്കണ സ്ഥലത്ത് പച്ചപ്പ്, മറ്റത് ഡാർക്ക്, അങ്ങനത്തെയൊക്കെ അവസ്ഥയാണ്. കാർമേഘം ഇങ്ങനെ മൂടി വെച്ചിട്ട് മഴ പെയ്യണല്ല, എന്നാലും ഒരു ഇതില്ല. ചില സ്ഥലത്ത് വെട്ട കൂടുതൽ, ചില സ്ഥലത്ത് വെയിലടിക്കുമ്പോൾ വെട്ടക്കുറവ്, അങ്ങനത്തെ അവിടെ അങ്ങനത്തെ ഫീലായിരുന്നു എനിക്ക് തന്നു. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഗവൺമെൻറ്റിൻ്റെ കാശൊക്കെ കൊടുത്തിട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അധികം ഇതില്ല, പക്ഷേ ആ വെള്ളം വന്ന സ്ഥലത്ത് അവിടെ നല്ല ഇതുണ്ട്. പിന്നെ സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്, മറ്റേ പോലീസ് തന്നെ പല സ്ഥലത്ത് അവർ നിൽപ്പുണ്ട്. പിന്നെ സമയമായി കഴിയുമ്പോൾ ഞങ്ങളോട് കയറാൻ പറഞ്ഞ്. ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരാണ് ഇരിക്കണം. ഈ കൂട്ടത്തിൽ ഒരു ചേട്ടൻ വീണിട്ട് അത് എന്ത് പറ്റിയെന്നൊക്കെ നോക്കാൻ വേണ്ടി ഞങ്ങൾ നിൽക്കണേണ്. പിന്നെ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ എല്ലാവരെയും കൂടെ ഇങ്ങനെ പോകുന്നു. കഴിഞ്ഞ്